എല്ലാം പൂജ്യത്തിൽ നിന്ന് തുടങ്ങണം എന്നൊരു മണ്ടൻ തീരുമാനവുമായി ഭരണം ആരംഭിച്ചു. ചെയോങ് എക്കിലെ കില്ലിംഗ് ഫീൽഡ്സ് മനുഷ്യത്വത്തിന്റെ ശോപ്പറമ്പായി. കൈകൾ കെട്ടി മുഖംമൂടി ധരിച്ച സൈനികർ അവരെ കുഴികളിലേക്ക് തള്ളിയിട്ടു. കുഞ്ഞുങ്ങളെ മരത്തിലടിച്ചു കൊന്നു. രാജ്യത്തിന്റെ 4/1 ജനസംഖ്യ പട്ടിണി, വധശിക്ഷ, നിർബന്ധിത ജോലി എന്നിവ കാരണം കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ചൈന ഒഴികെയുള്ള മറ്റൊരു രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി അംഗീകരിച്ചിരുന്നില്ല എന്നത് ചരിത്ര വസ്തുതയാണ്. പക്ഷേ ചൈന സാമ്പത്തികമായും സൈനികമായും അവരെ ചേർത്ത് പിടിച്ചു. എന്നാൽ അതേസമയം കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടായിരുന്ന സോവിയറ്റ് യൂണിയനും വിയറ്റ്നാമും അവരെ സപ്പോർട്ട് ചെയ്യുകയോ അംഗീകരിക്കുകയോ ചെയ്തില്ല. കമ്മ്യൂണിസ്റ്റുകാരനെന്ന് സ്വയം വിശ്വസിച്ച ഒരു മണ്ടൻ ഭരണാധികാരി ഉണ്ടായിരുന്നു നമ്മുടെ ഏഷ്യൻ രാജ്യമായ വിയറ്റ്നാമിന്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന കംബോഡിയയിൽ. പോൾപോർട്ട് എന്ന വിളിപ്പേരിലറിയപ്പെട്ട ഇയാൾ ഏഷ്യയിലെ ഹിറ്റ്ലർ എന്ന ഭീകരമായ വിശേഷത്തിന്റെ കൂടി ഉടമയാണ്. 2 ദശലക്ഷത്തോളം മനുഷ്യരെ ഈ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കിയ ഒരു ഭരണാധികാരിയാണ് ഈ മഹാൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കംബോഡിയ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം 1960കളിൽ ഫ്രാൻസിലെ പഠനത്തിന് ശേഷം കംബോഡിയയിലെത്തിയ ഇദ്ദേഹത്തിന്റെ കൈകളിലെത്തി. അങ്ങനെയാണ് ആ ഇരുണ്ട കാലം ആരംഭിക്കുന്നത്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ചാനലിൻ്റെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനം. വിയറ്റ്നാം യുദ്ധം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയിരിക്കുന്ന 1970 കാലഘട്ടത്തിൽ അമേരിക്കൻ പട്ടാളം 2.7 ദശലക്ഷം ബോംബുകൾ കംബോഡിയയിൽ വർഷിച്ചു. ഗ്രാമങ്ങൾ തകർന്നു, വീടുകൾ, വയലുകൾ, സ്വപ്നങ്ങൾ എല്ലാം കത്തിയമർന്നു. ഈ അവസരം ഏറ്റെടുത്താണ് പോൾപോട്ട് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തത്. അവിടുത്തെ ചരിത്രകാരൻ ബെൻ കീനർ പറഞ്ഞത് അമേരിക്കയുടെ ഈ ബോംബിംഗ് ഇല്ലായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഇത്രയും വലിയ പിന്തുണ ലഭിക്കുമായിരുന്നില്ല എന്നാണ്. അങ്ങനെ 1975 ഏപ്രിലിൽ ലോൺ നോളിൻ്റെ ഭരണത്തെ തകർത്ത് പോൾപോട്ടിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം പിടിച്ചു. ഇതൊരു പുതിയ ലോകത്തിന്റെ തുടക്കമാണെന്ന് അവർ പ്രഖ്യാപിച്ചു. എല്ലാം പൂജ്യത്തിൽ നിന്ന് തുടങ്ങണം എന്നൊരു മണ്ടൻ തീരുമാനവുമായി ഭരണം ആരംഭിച്ചു. എല്ലാ പഴയ സംസ്കാരങ്ങളും പണവും മതവും വിദ്യാഭ്യാസവും സ്വത്തും ഇല്ലാത്ത ഒരു ശുദ്ധമായ കർഷക സമൂഹം. പക്ഷേ ഈ സ്വപ്നം ഒരു ദുസ്വപ്നമായി മാറാൻ അധിക നാൾ വേണ്ടി വന്നില്ല. നഗരവാസികളെ ഗ്രാമത്തിലേക്ക് നിർബന്ധപൂർവ്വം കൃഷി ചെയ്യാൻ പറഞ്ഞുവിട്ടു. ആളുകളെ തോക്കിൻ മുന്നിൽ ഗ്രാമങ്ങളിലേക്ക് കടത്തി. കുട്ടികൾ, വൃദ്ധർ, രോഗികൾ ആർക്കും ഇളവില്ല. തെരുവുകൾ ഒരു മനുഷ്യപ്രവാഹമായി. വഴിയിൽ തളർന്നു വീണവർ, പട്ടിണിയിൽ മരിച്ചവർ. നിന്റെ പുസ്തകം, നിന്റെ വിദ്യാഭ്യാസം ഇവ ശത്രുക്കളുടെ അടയാളമാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. ടോൾസ്ലങ് എന്ന സ്കൂൾ ഭീകരതയുടെ കേന്ദ്രമായി. S21 എന്ന കോഡ് നാമത്തിൽ 17,000-ലധികം ആളുകൾ ഇവിടെ പീഡനത്തിന് വിധേയമായി. 12 പേർ മാത്രം ജീവനോടെ പുറത്തു വന്നു. നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ ചിന്തകളും തെറ്റാണ് എന്ന് സൈനികർ പ്രഖ്യാപിച്ചു. ചെയോങ് എക്കിലെ കില്ലിംഗ് ഫീൽഡ്സ് മനുഷ്യത്വത്തിന്റെ ശോപ്പറമ്പായി. കൈകൾ കെട്ടി മുഖംമൂടി ധരിച്ച സൈനികർ അവരെ കുഴികളിലേക്ക് തള്ളിയിട്ടു. കുഞ്ഞുങ്ങളെ മരത്തിലടിച്ചു കൊന്നു. രാജ്യത്തിന്റെ 4/1 ജനസംഖ്യ പട്ടിണി, വധശിക്ഷ, നിർബന്ധിത ജോലി എന്നിവ കാരണം കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. രാജ്യത്തെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണിതെന്നാണ് പോൾപോട്ട് പറഞ്ഞത്. ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ചൈന ഒഴികെയുള്ള മറ്റൊരു രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി അംഗീകരിച്ചിരുന്നില്ല എന്നത് ചരിത്ര വസ്തുതയാണ്. പക്ഷേ ചൈന സാമ്പത്തികമായും സൈനികമായും അവരെ ചേർത്ത് പിടിച്ചു. എന്നാൽ അതേസമയം കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടായിരുന്ന സോവിയറ്റ് യൂണിയനും വിയറ്റ്നാമും അവരെ സപ്പോർട്ട് ചെയ്യുകയോ അംഗീകരിക്കുകയോ ചെയ്തില്ല. പോൾപോട്ടിന്റെ വഴി തെറ്റാണ് എന്നും ഇത് കമ്മ്യൂണിസമല്ല എന്നും വിളിച്ചു പറയാൻ അന്ന് സോവിയറ്റ് ബ്ലോക്ക് ധൈര്യം കാണിച്ചു. കംബോഡിയൻ പീപ്പിൾസ് പാർട്ടിയാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി ചൈന ഒഴികെയുള്ള രാഷ്ട്രങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഔദ്യോഗികമായി അംഗീകരിച്ചത്. മറ്റൊരു നഗ്നമായ സത്യമെന്തെന്നാൽ അമേരിക്കയും ബ്രിട്ടനും പോലെയുള്ള ശക്തികൾ ശീതയുദ്ധം ശക്തമായി നിലനിന്ന ആ കാലഘട്ടത്തിൽ ഈ അരാജകത്വ സർക്കാരിനെ UN പോലും പിന്തുണച്ചിരുന്നു എന്നുള്ളതാണ്. 1979 വിയറ്റ്നാമിൻ്റെ യുദ്ധ ടാങ്കുകൾ കംബോഡിയയുടെ അതിരുകൾ ഭേദിച്ചു. പോൾപോട്ടിന്റെ ഏകാധിപത്യം അവസാനിപ്പിച്ചു. പോൾപോട്ട് കാടുകളിൽ അഭയം നേടി. വിയറ്റ്നാമിൻ്റെ പിന്തുണയോടുകൂടി ഒരു സർക്കാർ അധികാരത്തിലെത്തി. 1998 പോൾപോട്ട് മരിക്കുന്നതുവരെ കാടുകളിൽ തന്നെ തുടർന്നു. ചൈനയുടെ പിന്തുണയുണ്ടായിരുന്നുവെങ്കിലും കാടുകളിൽ തന്നെ ജീവിതം അവസാനിപ്പിക്കാനായിരുന്നു അയാളുടെ വിധി. കംബോഡിയയിൽ ഈ ഭീകരമായ കൂട്ടക്കൊലകൾ നടക്കുമ്പോഴും ലോകത്തിനെല്ലാം അറിയാമായിരുന്നു. ഭൂരാഷ്ട്രീയ താല്പര്യങ്ങൾ പലപ്പോഴും ഇത് കണ്ടില്ലെന്നടിച്ചു. അത്ഭുതമെന്നാൽ ഏകാധിപത്യ ക്രൂരഭരണം വിയറ്റ്നാമിൻ്റെ നേതൃത്വത്തിൽ അവസാനിപ്പിച്ചപ്പോഴും UN ആ പഴയ ഏകാധിപതിയെ പിന്തുണച്ചു എന്നുള്ളതാണ്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ നെറികെട്ട നിലപാടിന്റെ മറ്റൊരു നേർക്കാഴ്ച കൂടിയായിരുന്നു ഇത്. 1980 ശേഷം കംബോഡിയൻ പീപ്പിൾസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മെല്ലെ മെല്ലെ പുനർനിർമ്മിക്കപ്പെട്ടു. നമ്മുടെ ചരിത്രം നമ്മുടെ ശക്തി കൂടിയാണ് എന്നവർ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ആ വലിയ മുറിവുകൾ ഇന്നും മായാതെ തന്നെ കിടക്കുന്നു. പഴയ പല നേതാക്കളും ശിക്ഷിക്കപ്പെട്ടുവെങ്കിലും നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു ലഭിക്കാത്ത വിധം ഒരു നോവായി നൊമ്പരമായി തുടരുന്നു. കംബോഡിയയുടെ ചരിത്രം ഒരു ദുസ്വപ്നമാണ്. 2 ദശലക്ഷം ആളുകൾ ഒരു രാജ്യത്തിന്റെ 4/1 പോൾപോട്ടിന്റെ ഭ്രാന്തിനിരയായി. കില്ലിംഗ് ഫീൽഡ്, ടോൾസ്ലങ് ഇവ മനുഷ്യത്വത്തിന്റെ ശവകുടീരങ്ങളായി തുടരുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.